നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസ് ഇപ്പോൾ സ്പെയിനിൽ വെച്ചുകൊണ്ട് തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. അതായത് ബാഴ്സലോണയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ചുകൊണ്ട് ഒരു യുവതിയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഡാനി ആൽവസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് സ്പാനിഷ് കോടതി 4.5 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്മർ ജൂനിയറും അദ്ദേഹത്തിന്റെ പിതാവും ഡാനി ആൽവസിനെ നേരത്തെ തന്നെ സഹായിച്ചിരുന്നു. അതായത് ഈ കേസിലെ ഇരക്കുള്ള നഷ്ടപരിഹാരം ഡാനി ആൽവസിന് വേണ്ടി നൽകിയിരുന്നത് നെയ്മർ ജൂനിയർ ആയിരുന്നു. മാത്രമല്ല, നെയ്മർ ജൂനിയറുടെ പിതാവിന്റെ വക്കീലാണ് ഈ കേസിൽ ഡാനി ആൽവസിനെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ ഡാനി ആൽവസിനെ ജാമ്യത്തിൽ ഇറക്കാൻ നെയ്മർ ജൂനിയറുടെ പിതാവ് കഴിഞ്ഞ ദിവസം ഒരു ശ്രമം നടത്തിയിരുന്നു. അതായത് 1 മില്യൺ യൂറോ നൽകി കഴിഞ്ഞാൽ ഡാനി ആൽവസിന് ജാമ്യം ലഭിക്കുമായിരുന്നു. പിന്നീട് ഈ പണം സമാഹരിക്കാൻ നെയ്മർ ജൂനിയറുടെ പിതാവ് മുന്നിട്ടിറങ്ങുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 വരെയായിരുന്നു കോടതി ഇതിന്റെ സമയപരിധി നിശ്ചയിച്ചിരുന്നത്. ഇതിനു മുൻപ് 1 മില്യൺ യൂറോ കെട്ടിവെക്കണമായിരുന്നു. എന്നാൽ നെയ്മറുടെ പിതാവിന് ഈ ഒരു സമയപരിധിക്ക് മുന്നേ ഈ ഒരു തുക അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി ഡാനി ആൽവസിന് ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയറുടെ പിതാവിന്റെ ആ ഒരു ശ്രമം ഇവിടെ വിഫലമായി എന്നുള്ള കാര്യമാണ് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാഴ്സലോണ ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ ജൂറിയാണ് ഡാനിക്ക് 1 മില്യൺ യൂറോക്ക് മേൽ ജാമ്യം നൽകാമെന്ന് തീരുമാനമെടുത്തത്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ ഇത് അവർ പാസാക്കുകയായിരുന്നു. എന്നാൽ ബലേസ്റ്റ ആൽവസ് എന്ന ജഡ്ജി ഇതിനെതിരെ നിലകൊണ്ടത് ശ്രദ്ധേയമായി. ചുരുങ്ങിയത് 2 വർഷവും 3 മാസവും ഡാനി ആൽവസ് ജാമ്യമൊന്നും കൂടാതെ ജയിലിൽ കിടക്കണം എന്നാണ് ഇദ്ദേഹം വാദിച്ചത്. നിലവിൽ 14 മാസമായി ഡാനി ആൽവസ് ഇപ്പോൾ ജയിലിൽ തുടരുകയാണ്. ഏതായാലും അദ്ദേഹം തന്റെ ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.